എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മൈസ് ടാരറ്റിലേക്ക് സ്വാഗതം. പുണർതം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒരു വർഷക്കാലത്തെ വിഷുഫലം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. പുണർതം നക്ഷത്രക്കാരുടെ വിഷുഫലം എങ്ങനെയാണ് എന്ന് നോക്കാം. ആദ്യം തന്നെ 6 of Cups, Hermit Mode. നെക്സ്റ്റ് വന്നിട്ട് Ace of Wands, എനർജി, മൂൺ കാർഡ്, പേജ് ഓഫ് ഫോൺസ്, അതുപോലെ നൈറ്റ് ഓഫ് കപ്സ്, എനർജി കണക്ഷൻസ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സാഹചര്യത്തിൽ, ഈ ഒരു മാസത്തിൽ പ്രത്യേകിച്ച് 6 of Cups ആൻഡ് പേജ് ഓഫ് ഫോൺസ്, എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സാഹചര്യം എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബാലൻസ് കൊണ്ടുവരേണ്ടത്. അതായത് ജീവിതത്തിൽ നിങ്ങൾ ചിലപ്പോൾ ജോലി സംബന്ധമായിട്ട് ഓവറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടവരുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ ഫാമിലി ഓറിയൻറ്റഡ് ആയിരിക്കും. ജോലി അല്ലെങ്കിൽ കരിയറിന് ഇമ്പോർട്ടൻസ് കൊടുക്കാത്തൊരു വ്യക്തി എന്നുള്ള രീതിയിലാവാം സൂചിപ്പിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫിൽ രണ്ടിനും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ജീവിതം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോവാണ് വേണ്ടത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ സംഭവിച്ചിട്ടുള്ള പല കാര്യങ്ങളും മനസ്സിലാക്കി മുന്നോട്ടേക്കുള്ള ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്ന് മനസ്സിലാക്കി അതിനുള്ള മാറ്റങ്ങൾ നിങ്ങൾ വരുത്താനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതേപോലെ പലരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചു പോയ കാര്യങ്ങളാണ്. അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നിങ്ങളെ കഴിഞ്ഞ കാര്യത്തിൽ തന്നെ തങ്ങി നിൽക്കുകയാണ്. അതിൽ തന്നെ ബ്യൂട്ടിഫുൾ മെമ്മറീസ് ആണെങ്കിൽ അന്ന് അങ്ങനെയായിരുന്നു, ഇപ്പോൾ ഒന്നുമില്ല, ഇപ്പോൾ അങ്ങനെയല്ല എന്നുള്ളൊരു ചിന്തയാവാം. ഒരു നൊസ്റ്റാൾജിയയിൽ തങ്ങി നിൽക്കുന്നു. അതല്ലെങ്കിൽ പഴയ കാലത്ത് എന്തെങ്കിലും അനുഭവങ്ങൾ, ദുരനുഭവങ്ങൾ, തോൽവികൾ, നഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം നഷ്ടപ്പെട്ടു പോയി ഇങ്ങനെ ഇരുന്ന് അതാലോചിച്ച് ടെൻഷൻ അടിക്കുക, അല്ലെങ്കിൽ അതാലോചിച്ചിട്ട് പഴയതിൽ തന്നെ നിൽക്കുക. നമ്മളെപ്പോഴും പഴയ കാര്യങ്ങൾ ആലോചിച്ച് അതിൽ നിൽക്കുമ്പോൾ നമുക്കൊരിക്കലും മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല. പ്രസൻറ്റിൽ ജീവിക്കാനും പറ്റില്ല, മുന്നോട്ടേക്ക് പോകാനും പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചെയ്യേണ്ടുന്നത് റീകണക്ട് വിത്ത് യുവർ ഇപ്പോഴത്തെ മൊമെൻറ്റ് ആയിട്ട് റീകണക്ട് ചെയ്യുക. നിങ്ങൾ കണക്റ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ ഒരു തരത്തിൽ കണക്റ്റഡ് ആണ്, മറ്റൊരു തരത്തിൽ കണക്റ്റഡ്. അപ്പോൾ വീണ്ടും റീകണക്ട് ചെയ്യുക ശരിയായിട്ടുള്ള രീതിയിൽ. നിങ്ങളുടെ ജീവിതം നിങ്ങൾ പാസ്റ്റിലല്ല ജീവിക്കേണ്ടത്. ജീവിതത്തിന് ഒരു ഇൻസ്പിറേഷൻ വേണം, അത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇൻസ്പിറേഷൻ എന്താണെന്നുള്ളത് ആദ്യം നിങ്ങൾ കണ്ടെത്തുകയാണ് വേണ്ടത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലൈഫിലൊരു ഫൺ വേണം. ജീവിതം ആസ്വദിക്കാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണോ അത് ആദ്യം കണ്ടെത്തുക. അതിനുശേഷം അത് ആസ്വദിക്കാൻ ശ്രമിക്കാം. പിന്നെ രണ്ടാമത്തത് പറയാനുള്ളത്, നമ്മൾ പലപ്പോഴും പല ആളുകളും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ആസ്വദിക്കുമ്പോൾ മനസ്സിലൊരു കുറ്റബോധം ഉണ്ടാകും. കാരണം ചില ആളുകൾ ഇപ്പോൾ ലൈഫിൽ നിങ്ങൾക്ക് ഒത്തിരി പ്രാരബ്ധങ്ങൾ, ഒരു വീട്ടിൽ നിങ്ങൾ ചിലപ്പോൾ മൂത്ത മകനോ മൂത്ത മകളോ അല്ലെങ്കിൽ ബ്രെഡ് വിന്നർ, ആ വീടിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ആൾ നിങ്ങളായിരിക്കും. അത് നിങ്ങൾ ചിലപ്പോൾ ഒരു പുരുഷനായിരിക്കും, സ്ത്രീ ആയിരിക്കും, ആര് വേണമെങ്കിലും ആവാം. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ബിരിയാണി നിങ്ങളുടെ വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിൽക്കുന്ന ഒരാളെ കുറിച്ചിട്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പോൾ വളരെ ഒരു ഇതായിട്ടുള്ള എനർജിയാണ്. അപ്പോൾ മാസാവസാനം ഒന്നും കയ്യിലുണ്ടാവാത്ത, അല്ലെങ്കിൽ എല്ലാം കൊടുത്ത് തീർത്ത് കഴിയുമ്പോൾ ഒന്നും ബാക്കി ഉണ്ടാവാത്ത ഒരാൾ, നിങ്ങൾക്ക് പക്ഷേ ഒരു ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം ഒരു ബിരിയാണി കഴിക്കണം. അപ്പോൾ ഒരു ദിവസം അങ്ങനെ തോന്നുമ്പോൾ പക്ഷേ നിങ്ങളത് അത് ചെയ്യില്ല. കാരണം നിങ്ങൾക്ക് ആ ഒരു പൈസ കൂടി കൂട്ടി വെച്ചാൽ വീട്ടിലേക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് തോന്നും. പക്ഷേ നിങ്ങളോട് പറയാനുള്ള കാര്യം, ആ ഒരു ബിരിയാണിയുടെ 100 രൂപയോ അല്ലെങ്കിൽ എത്ര രൂപയാണ്, സിറ്റുവേഷൻ അറിയില്ല നാട്ടിലത്തെ, ഇപ്പോൾ എത്ര രൂപയാണെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് നിങ്ങൾ അത് സൂക്ഷിച്ചു വെച്ചതുകൊണ്ട് അത്ര വലിയൊരു മാറ്റമൊന്നും ലൈഫിൽ ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഇഷ്ടങ്ങൾ മാറ്റി വയ്ക്കാതെ ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും ഇങ്ങനെ തോന്നുമ്പോൾ ഒരു ദിവസം തോന്നിയാൽ പെട്ടെന്ന് നിങ്ങൾ പോയിട്ടത് കഴിക്കുക. അതായത് നിങ്ങളുടെ മനസ്സിനും ജീവിതം ആസ്വദിക്കാനും കുറച്ചെന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും ഒക്കെയുള്ള ഒരു സ്വാതന്ത്ര്യം നിങ്ങൾ ഉണ്ടാവണം. അത് മാത്രമല്ല, നിങ്ങളത് ചെയ്യുമ്പോൾ ഒരു പശ്ചാത്താപം, ഒരു കുറ്റബോധത്തോട് കൂടിയിട്ടായിരിക്കരുത്. നിങ്ങളുടെ ലൈഫാണ്, നിങ്ങൾ കഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ കൂടി എന്തെങ്കിലുമൊക്കെ നല്ലത് ഇഷ്ടമുള്ളത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം ഇവിടെ ഒരു ഭയങ്കര ഒരു പശ്ചാത്താപം, കുറ്റബോധം കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഹെർമിറ്റ് മോഡാണ്, മൂൺ എനർജിയാണ്. കാരണം നിങ്ങൾക്കൊരു വ്യക്തതയില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചുറ്റുപാടുമുള്ള ആളുകൾ, ഇവിടുത്തെ വീട്ടിലെ കഷ്ടപ്പാട് പറയുന്ന ചിലപ്പോൾ കുടുംബമായിരിക്കും. പ്രത്യേകിച്ച് പ്രവാസികളെ സംബന്ധിച്ച് ചിലപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലാണെങ്കിൽ പോലും എല്ലാവരും ഇപ്പോൾ ഈ
ഈവൻ യൂറോപ്പിൽ അമേരിക്കയിലെ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും വീട്ടിലെ കാര്യങ്ങൾ ഇപ്പോഴും നോക്കുന്ന ചില ആളുകളുണ്ട്. അപ്പോൾ വീട്ടിലേക്ക് ഇത്ര വേണം, ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നീ ഇങ്ങനെ നടക്കുക, നിങ്ങൾ എന്തെങ്കിലും ഒരു വെക്കേഷന് പോവുക അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഫാമിലിയിൽ നിന്ന് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ നടക്കാൻ കാശുണ്ട് എന്നുള്ള രീതിയിലുള്ള പടികൾ കേൾക്കേണ്ടി വരുന്ന സിറ്റുവേഷനാണ്. അപ്പോൾ എന്ത് സിറ്റുവേഷനായാലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം യു ഹാവ് ടു ഫൈൻഡ് വേസ് ടു സാറ്റിസ്ഫൈ നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് യാത്രകൾ ചെയ്യാനുള്ള അവസരങ്ങൾ വരുന്നുണ്ട്. കോണ്ടംപ്ലേഷൻ ആണ് ഇത് സൂചിപ്പിക്കുന്നത്. അതായത് വ്യക്തമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു മനസ്സമാധാനം, ഒരു തൃപ്തി ജീവിതത്തിൽ വേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവരുടെയും ജീവിതത്തിൽ പല പല പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് കൂടി ഇവിടെ സ്റ്റഡീസിന് പ്രാധാന്യം കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങളൊരു വിദ്യാർത്ഥി ആണെങ്കിലും അല്ലെങ്കിലും വിദ്യാഭ്യാസ കാലഘട്ടം കാണിക്കുന്നുണ്ട് ഈ ഒരു വർഷം. അപ്പോൾ അതായത് നിങ്ങൾ ചിലപ്പോൾ വിദ്യാർത്ഥിയാണെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ട് മുന്നോട്ടേക്ക് പോവുക, ഹയർ സ്റ്റഡീസിന് പോവുക, വിദേശത്ത് പോയിട്ട് പഠിക്കുക, ഇങ്ങനെയുള്ള സാധ്യതകളുണ്ട്. ഇനി വിദ്യാർത്ഥി അല്ലെങ്കിൽ കൂടിയും നിങ്ങൾ ഇടയ്ക്ക് വെച്ച് പഠിത്തം നിർത്തേണ്ടി വന്നു, ഹയർ എഡ്യൂക്കേഷന് പോകാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, ആ സമയത്ത് നടന്നില്ലാത്തവർ വീണ്ടും ആ ഒരു ഇതിലേക്ക് പോവുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ഒരു കാര്യത്തിലേക്ക് വീണ്ടും നിങ്ങൾ സ്റ്റഡീസിലേക്ക് തിരിച്ചു പോകുന്ന ഒരു സിറ്റുവേഷനാണ്. അതേപോലെ ഒരു കുറച്ച് സമയം നിങ്ങൾക്കായിട്ട് ചിലവഴിക്കാനുള്ള അവസരം, അതായത് ഒറ്റയ്ക്ക് സമയം ചിലവഴിക്കുന്ന അത് യാത്രകളായിരിക്കും, സോളോ ട്രിപ്പായിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ എന്നും ദിവസവും ഒരു അരമണിക്കൂർ ഒറ്റയ്ക്ക് ഇരിക്കാം, നിങ്ങൾക്കായിട്ട് ടൈം കണ്ടെത്തുക. ചുറ്റുമുള്ള ആളുകളുടെ കാര്യങ്ങൾ മാത്രമല്ല, അതായത് നിങ്ങൾ ബന്ധങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക എന്നുള്ളതല്ല, നിങ്ങൾ എല്ലാ ബന്ധങ്ങളുടെ ഒപ്പം നിൽക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്കായിട്ടും സമയം ചിലവഴിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വർഷം എന്ന് പറഞ്ഞാൽ ഹീലിങ്ങിൻ്റെ ടൈമാണ്. അപ്പോൾ നിങ്ങൾക്കായിട്ട് സമയം എലോൺ ടൈം, അത് ചിലപ്പോൾ മെഡിറ്റേഷൻ, യോഗ അതേപോലുള്ള കാര്യങ്ങളായിരിക്കും. ഒരു ഹാഫ് ആൻ അവർ 1 അവർ അല്ലെങ്കിൽ നിങ്ങളൊരു മെഡിറ്റേഷൻ കോഴ്സായിട്ട് എടുക്കുന്ന, അല്ലെങ്കിൽ യോഗയ്ക്ക് വേണ്ടിയിട്ട് അത് ഒരു കോഴ്സായിട്ട് എടുക്കുകയാണെങ്കിൽ അത്രയും സമയം തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ എന്തെങ്കിലുമൊക്കെ ഇന്നർ മീനിങ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന ഒരു സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു എന്തെങ്കിലും ഒരു ഹോബിയോ മറ്റോ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതും നല്ലതായിരിക്കും. അതേപോലെ ഏസ് ഓഫ് ഫോൺസ് ആൻഡ് പേജ് ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുക ഗ്രോത്താണ്. ഫിനാൻസ്, കരിയർ സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ സക്സസ്ഫുൾ ആയിട്ട് നിൽക്കാൻ പറ്റുന്ന പുതിയ അവസരങ്ങൾ വരുന്ന ഒരു വർഷമാണ് ഈ ഒരു വർഷം. പുതിയ പ്രൊജക്ട്സ്, പുതിയ ഐഡിയാസ്, പുതിയ ട്രാവൽ പ്ലാൻസ് വരുന്നുണ്ട്. ട്രാവൽ കാണിക്കുന്നുണ്ട്, വിദേശത്തേക്ക് പോകുന്നതും വിദേശത്ത് സെറ്റിൽ ആവുന്നത്, ഇമിഗ്രേറ്റ് ചെയ്ത് പോകുന്ന സിറ്റുവേഷനൊക്കെ ആ വിസ, പെർമനൻറ്റ് റെസിഡൻസ് പെർമിറ്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അങ്ങനെ പല പല കാര്യങ്ങൾ, വിദേശത്ത് താമസിക്കാൻ വേണ്ടുന്ന ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ റെഡിയാകുന്ന സമയം, അതേപോലത്തെ US ബന്ധപ്പെടുത്തിയിട്ടുള്ളതായിരിക്കാം. പല തരത്തിൽ ഉള്ള സിറ്റുവേഷൻസ് പോസിറ്റീവായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രോത്താണ്. മറ്റൊരു തരത്തിൽ ഫെർട്ടിലിറ്റി, പ്രഗ്നൻസി ആവാം. അപ്പോൾ പ്രഗ്നൻസി ചിന്തിക്കുന്നവർ പ്രഗ്നൻ്റ് ആവുന്നുണ്ട് ഈ വർഷം. ഒത്തിരി നാളായിട്ട് ശ്രമിച്ചിട്ട് നടക്കാതെ പോയവരുടെ ആ ഒരു ആഗ്രഹം ഈ ഒരു വർഷം സഫലമാകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ അതേപോലെ ചില ആളുകൾ ഗ്രോത്ത് എന്ന് പറയുന്നത് നിങ്ങളൊരു ഇൻസ്പിറേഷനായിട്ട് മാറുന്നുണ്ട് മറ്റുള്ളവർക്ക്. അപ്പോൾ അതുപോലെയുള്ള എന്തെങ്കിലും മേഖലയിൽ ഒരു പബ്ലിക് സ്പീച്ച് നടത്തുന്ന തരത്തിലുള്ള, അതായത് ഇപ്പോൾ ഒരു മോട്ടിവേഷണൽ സ്പീക്കറോ മറ്റെന്തെങ്കിലും തരത്തിൽ ടെഡ് ടോക്ക് അതേപോലെ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാൻ, റിസർച്ച് ഫീൽഡിലേക്കാവാം റിസർച്ച് പബ്ലിഷ് ചെയ്യുന്നത്, പ്രസൻറ്റേഷൻസ്, ഓറൽ പ്രസൻറ്റേഷൻസ് കാര്യങ്ങൾ, പലതരത്തിലുള്ള കാര്യങ്ങൾ ഒരു സദസ്സിനെ അഭിമുഖീകരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട് ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ. പുതിയൊരു തുടക്കമാണ് എല്ലാ അർത്ഥത്തിലും. ജീവിതത്തിൽ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സമയമാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ വളരെയധികം പ്രോപ്പറായിട്ട് നിലനിർത്താൻ പറ്റുന്നു എന്നുള്ളതും സൂചിപ്പിക്കുന്നു. ഒരു ഹാപ്പിനെസ് ജീവിതത്തിൽ നിലനിർത്താൻ പറ്റുന്നു എന്നുള്ളത്. അതേപോലെ തന്നെ ഹെർമിറ്റ് എനർജി ആൻഡ് കിങ് ഓഫ് കപ്സ് എനർജിയാണ്. അപ്പോൾ ഒത്തിരി സംസാരപ്രിയരായിരിക്കും, നല്ല രീതിയിൽ സംസാരിച്ച് മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യിക്കാൻ പറ്റുന്ന എനർജിയാണ്. അപ്പോൾ സംസാരിച്ച് മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഇതേപോലെ സ്റ്റേജ് പ്രസൻസ് നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റുന്ന, നന്നായിട്ട് സ്റ്റേജിൽ സംസാരിക്കുന്നതാവാം. അതേപോലെ ഒരു ഫ്ലർട്ടേഷ്യസ് എനർജി ഉണ്ട്. അപ്പോൾ പ്രണയവും പ്രപ്പോസൽസും അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ പ്രപ്പോസൽ നിങ്ങൾക്ക് വേണ്ടി വരുന്നതുമാവാം. അപ്പോൾ ഇങ്ങനെയുള്ള പ്രപ്പോസൽസ് വരുമ്പോൾ പലതും ഭയങ്കര ഫ്ലർട്ടേഷ്യസ് ആയിട്ടുള്ള സിറ്റുവേഷൻ. അപ്പോൾ അതായത് ചിലപ്പോൾ പറയുന്ന വളരെ ചാമിങ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കും സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ കൂടെ നിൽക്കുമ്പോൾ ഒത്തിരി വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ വളരെ സുഖമുള്ള വാക്കുകൾ കേൾക്കാൻ പറയുന്നുണ്ടാവും. പക്ഷെ ലൈഫിലേക്ക് കടക്കുമ്പോഴല്ലെങ്കിൽ ആ പറയുന്ന വാക്കുകളൊന്നും ആക്ഷനിൽ വരുന്നുണ്ടാവില്ല എന്നുള്ളത് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ പറയുന്ന വാക്കുകളിലല്ല ആക്ഷൻസ് ആണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ പ്രാക്ടിക്കലി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സംഭവ്യമാകുന്നുണ്ടോ എന്നുള്ളതാണ്. പറയുന്നതിൽ സ്ഥിരതയില്ല എങ്കിൽ ആ ഒരു പറയുന്ന വ്യക്തിയെ വിശ്വസിക്കാതിരിക്കുക.
ജഡ്ജ് ബൈ ആക്ഷൻസ് റാദർ ദാൻ വേർഡ്സ് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് അതൊരു ഒരു വിവാഹത്തിലേക്കോ അല്ലെങ്കിൽ അതൊരു കമ്മിറ്റ്മെൻറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് വ്യക്തമായിട്ട് ആ വ്യക്തിയെ മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. പ്രായമായിട്ടുള്ള ഒരു വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഒരു നല്ല ഒരു മനസ്സമാധാനം സ്വസ്ഥത നിറഞ്ഞൊരു വർഷം തന്നെയായിരിക്കും ഇത് എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.